അത്തിപ്പറ്റയിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം. അത്തിപ്പറ്റ പുന്നാഞ്ചോല റോഡിൽ പ്രവാസിയായ ചേലത്ത് പട്ടന്മാർതൊടി പരേതനായ കോയാമുവിന്റെ മകൻ ഷെയ്ഖ് മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദ് വർഷങ്ങളായി വിദേശത്താണ് കുടുംബസമേതം താമസം. നാട്ടിൽ പഠിക്കുന്ന മകൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് അടുക്കളയുടെ ഭാഗത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമിലെയും അലമാരയിലെ വസ്തുക്കൾ വാരിവലിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ 29-ന് ഷെയ്ഖ് മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി എന്ന കുഞ്ഞാനുവും സഹോദരിയും മോഷണം നടന്ന വീട്ടിൽ എത്തിയിരുന്നുവെന്നും 29-ന് ശേഷമാണ് മോഷണം നടന്നത് എന്നുമാണ് മുഹമ്മദ് അലി പറയുന്നത്. ഇന്നലെ ഒരു 7-10 ജ്യേഷ്ഠന്റെ മോളും അവളെ മാമനും മാമന്റെ വൈഫും ചെറിയ മോള് കൂടി ജ്യേഷ്ഠന്റെ മോളെ ഡ്രസ്സ് എടുക്കാൻ വന്നതാ. പെര പൂട്ടി കിടക്കുന്നു. 29-ാം തീയതിക്ക് ശേഷം പെര വീട് അടച്ചെടുക്കുന്നു. അപ്പൊ അവരിന്നലെ പടിക്കോടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. അപ്പോഴാണ് ഇവിടെ പരന്നിട്ട് കാണാനുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് വെച്ചുമ്പോൾ നോക്കിയപ്പോൾ ബാക്കിലെ ഡോറ് പോയി നോക്കുമ്പോൾ ബാക്കിലെ ഡോറിന്റെ പലക എടുത്ത് കാണാൻ വിട്ടു. അപ്പോഴാണിത് ഈ കാലം ഈ വീട്ടിലേക്ക് കയറിയിരുന്നത് മനസ്സിലായത്. എന്തൊക്കെ സാധനങ്ങൾ മോഷണം കുറച്ച് ഗോൾഡ്, 2 വാച്ച്, ഒരു ചെറിയൊരു ക്യാമറ ആണ് ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടുകൾ. ഇതിന്റെ ശരിക്കുള്ള ഉടമസ്ഥർ ഗൾഫിലാണ്. ഇനി കൂടുതലായിട്ട് ഉണ്ടോ ഇല്ലെന്ന് അവർക്കേ അറിയുള്ളൂ. എല്ലാ അലമാരയിൽ നിന്നും ഡ്രസ്സുകളും പിന്നെ പാത്രങ്ങളും ഒക്കെ അവർ നോക്കിയിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ പുറത്ത് വലിച്ച് കിടക്കണ കാണാനുണ്ട്. പക്ഷെ അങ്ങനത്തെ വിലപിടിപ്പില്ലാത്ത സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനത്തിൽ. ഇനി കൂടുതലായിട്ട് അറിവ് ഉണ്ടെങ്കിൽ അവരൊക്കെ അറിയുള്ളൂ. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ ചാനൽ വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.